ഓക്കെ, ഇത് 10ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കൂ. 1/x minus root x. 1/x മൈനസ് റൂട്ട് എക്സ്. അപ്പോൾ എഴുതാത്തവരെല്ലാവരും എൻ്റെ കൂടെ എഴുതി വരണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഏതുവിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉണ്ടോ? ഏതു? ഇല്ല സാർ. ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിനോമിനേറ്റർ മാത്രം ഒന്ന് എടുത്തത്. ക്വസ്റ്റ്യൻ മൊത്തം എടുത്തിരിക്കോ. 1/x മൈനസ് റൂട്ട് എക്സ് ഈക്വൽ 1/ ഇത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണോ? ഇത് റൂട്ട് എക്സ് ആണ് ആരായിട്ട് മാറുന്നത്? എക്സ് മൈനസ് റൂട്ട് എക്സ്. അങ്ങനെ എഴുതിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ചെയ്തു ഒരു റൂട്ട് എക്സിനെ കോമൺ എടുക്കുക. അപ്പൊ 1/, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു റൂട്ട് എക്സ് കോമൺ എടുത്തു. അപ്പൊ റൂട്ട് എക്സ് ഇൻറ്റു മൈനസ് 1. ഇത്രയും ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1/x മൈനസ് റൂട്ട് എക്സ് ഡി എക്സ്. എഴുതാത്തവർ എൻ്റെ കൂടെ എഴുതിക്കോണം. ഈക്വൽ ഇന്റഗ്രൽ 1/റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 ഡി എക്സ്. ഇത്ര ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ആർക്കെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? ഇതുവിന്റെ അഭിപ്രായത്തില് റൂട്ട് എക്സ് അതെ, റൂട്ട് എക്സ് മൈനസ് 1 ഞാൻ കൊടുത്തു. അപ്പൊ എഴുതുക റൂട്ട് എക്സ് മൈനസ് 1 ഈക്വൽ യു ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞു ചെയ്തു. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ഈക്വൽ du/dx. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ 1/, ആ ബ്രാക്കറ്റിന് പകരം നമ്മൾ യു എന്ന് കൊടുക്കും. ഇനി നമുക്ക് ആർക്കാണ് പിന്നിനി വില വേണ്ടത്? സാർ സ്ക്രീൻ പോയി. സ്ക്രീൻ പോയോ? ആണോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവര് ഓക്കെ. അപ്പൊ ഇത് നമ്മളിപ്പോ ക്വസ്റ്റ്യനകത്തിലേക്ക് നോക്കിയാൽ റൂട്ട് എക്സ് മൈനസ് 1ന് പകരം യു എന്ന് കൊടുക്കാം. അപ്പൊ പിന്നെ ഇനി ആർക്കാണ് നമുക്കൊരു വില വേണ്ടത്? 1/റൂട്ട് എക്സും ഇനി അറ്റത്ത് കിടക്കുന്ന ഡി എക്സിനോട് ഒരു വില വേണം. എന്തോ വില വരും? 1/റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2du. ഓക്കെ, നമ്മൾ ഇന്റഗ്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പറഞ്ഞു 1/2du. അല്ല, അതവിടെ കേട്ടോ. 2du ഇങ്ങോട്ട് മാറ്റി നിർത്താം. 2du 1/u 2du. അപ്പൊ 2 നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തി. 2 ഇൻറ്റു ഇന്റഗ്രൽ 1/u du ആണോ? 2 ഇൻറ്റു വാട്ട് ഈസ് ഇന്റഗ്രൽ 1/u du? ലോഗ് മോഡുലസ് യു പ്ലസ് സി ഈക്വൽ 2 ലോഗ് മോഡുലസ് എന്താണ് യുവിന്റെ വില? റൂട്ട് എക്സ് മൈനസ് 1 റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് സി. ഓക്കെ, ഡൗട്ട് ഉണ്ടായിരുന്നവരെല്ലാം ഡൗട്ട് മാറിയോ? ഓക്കെ, എഴുതിയെടുക്കാനുള്ള എഴുതിയെടുക്കാനുള്ള എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ആൻസർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇനി ആരെങ്കിലും ആൻസർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല.
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 11 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 11 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 11 ഡൗട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാളവിക ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ? മാളവിക ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പോയോ? ഓക്കെ, ഗായത്രി ഉണ്ടോ ക്ലാസ്സിൽ? ഗായത്രി. അപ്പൊ ഗായത്രി മാളവികയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചിട്ട് നമുക്ക് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി? അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ ഗായത്രി ഒന്ന് വായിച്ചാട്ടെ. x by root x plus 1, x greater than 0. x by root x plus 4, x greater than 0. അപ്പൊ ഗായത്രി, എന്റെ ആദ്യത്തെ ചോദ്യം ഗായത്രി എന്നോട് ചോദിക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത പരിപാടി സബ്സ്റ്റിറ്റ്യൂഷൻ. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഗായത്രിയുടെ അഭിപ്രായത്തിൽ ഇതിനകത്തിൽ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ഇത്രയേ ഉള്ളൂ. റൂട്ട് എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു യു. റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് പ്ലസ് 4നെ എന്ത് വിളിക്കുക? ഇനി ബാക്കി നമുക്ക് ഒരുമിച്ച് എഴുതി തുടങ്ങാം. പറഞ്ഞാട്ടെ, ഗായത്രിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ബാക്കി എഴുതാത്ര എഴുതിക്കോളാം. പറഞ്ഞു ഗായത്രി. 1 equal differentiate with respect to x. 1 equal du by dx. x ന്റെ ഡെറിവേറ്റീവ് 1, 4 ന്റെ ഡെറിവേറ്റീവ് 0. 1 equal u ന്റെ ഡെറിവേറ്റീവ് du by dx. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ dx equal du. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x by root of x plus 4 dx is equal to ഇന്റഗ്രൽ. നമ്മൾ ഈ ക്വസ്റ്റ്യനെ മൊത്തത്തിൽ യുവിലോട്ട് മാറ്റുക. അപ്പൊ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന എക്സിനും യുവിനൊരു വില വേണമല്ലോ അല്ലേ? അതെന്ത് വരും? വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ മതി. x plus 4 x equal u minus 4. അപ്പൊ ന്യൂമറേറ്റർ കിടക്കുന്ന എക്സിന് പകരം നമുക്ക് u minus 4 എന്ന് കൊടുക്കാം. ബൈ root u into du. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും ഗായത്രി? റൂട്ട് യു കൊണ്ട് ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടും? u by root u minus 4 by root u. 4 by root u du. This is equal to integral. ഗായത്രി, യു എന്ന് പറഞ്ഞാൽ റൂട്ട് യു ഇൻറ്റു റൂട്ട് യു ആണ്. ബൈ റൂട്ട് യു മൈനസ് 4 ബൈ റൂട്ട് യു ഇൻറ്റു ഡി യു. അങ്ങനെ എഴുതിക്കൊണ്ടുള്ള പ്രയോജനം ഒന്നാമത്തെ ടേമിൽ നിന്ന് റൂട്ട് യു ക്യാൻസൽ ആയി. അപ്പൊ പിന്നെ എന്ത് വരും? ഇന്റഗ്രൽ root u minus 4 by root u du. ഓക്കെ, ഇതിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രീതിയിലായോ? അല്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ റൂട്ട് യുവിനെ എങ്ങനെ എഴുതണം? u raised to 1 by 2 u raised to 1 by 2 minus 4 by u raised to 1 by 2 du. ഒരു ചെറിയ ചേഞ്ച് കൂടെ വരുത്തി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ u raised to 1 by 2 minus 4 മാറ്റം u raised to minus 1 by 2
ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു സെക്കൻഡ് ആരോ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പറഞ്ഞാട്ടെ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന u⁻1/2 മുകളിലോട്ട് മാറ്റുമ്പോൾ എന്ത് കിട്ടും? അപ്പൊ u⁻−1/2 du. ഇനി ഇത് ടേം ബൈ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. u⁻1/2 ഇന്റഗ്രൽ എന്ത് വരും ഗായത്രി? u⁻3/2/3/2 മൈനസ് 4 ഇൻറ്റു u⁻1/2/1/2 ഓക്കെ. ഈ ഡിവൈഡഡ് ബൈ 3/2 അടുത്ത സ്റ്റെപ്പിൽ ആരായിട്ട് മാറും? 2/3. അപ്പൊ 2/3 u⁻3/2 മൈനസ് 4 into 2 8 ആവും. 8 കുഴപ്പമില്ല. u⁻1/2 പ്ലസ് 3. അപ്പൊ 2/3 ഇൻറ്റു ആരാണ് u എന്ന് പറയുന്നത്? x plus 4 the whole raised to 3/2 minus 8 into x plus 4 u⁻1/2 എന്ന് പറഞ്ഞാൽ 2tu ആയതുകൊണ്ട് ഓഫ് x plus 4 plus 6. ഓക്കെ. അപ്പോൾ 11ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറി എല്ലാവർക്കും? 11ലെ ഓക്കെ. 11ൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 11 ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഗായത്രി എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തത് 12ാമത്തെ കണക്കാണ്. 12ാമത്തെ കണക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ 12ാമത്തെ കണക്ക് നമ്മുടെ തീർത്ഥ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ? തീർത്ഥ ഇല്ല. വർഷയുണ്ടോ ക്ലാസ്സില്? അശ്വികയ്ക്കാണ് പനിയാണെന്ന് പറഞ്ഞത്. മാധവ് ഉണ്ടോ ക്ലാസ്സില്? മാധവേ, നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ മാധവേ. -1 the whole raised to 1/3. ഒരു സെക്കൻഡ്. x³ - 1 the whole raised to 1/3 into x raised to 5. into x raised to 5. ഓക്കെ. അപ്പോൾ മാധവാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. മാധവിന്റെ അഭിപ്രായത്തിൽ ഈ ചോദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോമിൽ എന്തെങ്കിലും ആണോ മാധവേ? അല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. മാധവന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്തിൽ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? x³ - 1. അപ്പൊ എന്റെ കൂടെ എഴുതിക്കോണം, എല്ലാവരും എഴുതിക്കോണം, പിന്നെ എഴുതാൻ ഇരിക്കരുത്. x³ - 1 = u. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞാട്ടെ. 3x². x³ ഡെറിവേറ്റീവ് 3x². 1ന്റെ ഡെറിവേറ്റീവ് 0. uവിന്റെ ഡെറിവേറ്റീവ് du/dx. അപ്പോൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x² dx =
3x² dx is equal to du. du. അപ്പോൾ അങ്ങനാണെങ്കിൽ x² dxന്റെ വില എന്തോ വരും? du/3. ഓക്കെ, ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ഇല്ല സർ. ആർക്കെങ്കിലും ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഇൻ്റഗ്രൽ x³ മൈനസ് 1 ദ ഹോൾ റൈസ് ടു 1/3 ഇൻറ്റു x റൈസ് ടു 5 dx ഈക്വൽ ഇൻ്റഗ്രൽ പറഞ്ഞേണ്ട മാധവേ. മാധവേ പറഞ്ഞേണ്ട, ബാക്കി പറ. Integral u raised to 1/3. ഇനി ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ട്. എന്തോ മാധവന് അറിയാമോ പ്രശ്നം എന്തുവാന്ന്? ഇല്ല സാർ, അവിടെ അല്ല, അത് കഴിഞ്ഞിട്ടാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. ആർക്കെങ്കിലും പറയാമോ എന്തുവാ പ്രശ്നമെന്ന്? അതേണ്ട, അവിടെ ഒരു x റൈസ് ടു 5 കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ x റൈസ് ടു 5നെ x³ ഇൻറ്റു x² എന്ന് സ്പ്ലിറ്റ് ചെയ്താൽ തെറ്റുണ്ടോ? ഇല്ല സാർ. കാരണം x³ ഇൻറ്റു x² ആരാണ്? x റൈസ് ടു 5. അപ്പം അങ്ങനെ ആണെങ്കിൽ ഇവിടെ ആദ്യം ഒരു x³ കിടപ്പുണ്ട്. ഇതിന് പകരം എന്ത് കൊടുക്കും മാധവേ? ഇവിടെ നോക്കിയാൽ മതി. ഈ സ്റ്റെപ്പ് നോക്കിയാൽ മതി. x³ മൈനസ് 1ന്റെ വില u ആണെങ്കിൽ x³ വില എന്തോ വരും? u+1. അപ്പം ഇതിന് പകരം നമുക്ക് u+1 എന്ന് എഴുതാം. ശരിയാണോ? പിന്നുള്ളത് ഇനി ആരുണ്ട് മിച്ചം? x². പിന്നെ ഇൻ്റഗ്രേഷൻ്റെ dx കൂടെ വരും. അതിന് പകരം എന്തെഴുതാം? du/3. ഇതാണ് ഇവിടുത്തെ തന്ത്രപ്രധാനമായ സ്റ്റെപ്പ്. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ ആ 1/3 കോൺസ്റ്റന്റ് അങ്ങോട്ട് മാറ്റി നിർത്തി. ഇൻ്റഗ്രൽ u റൈസ് ടു 1/3 അകത്തോട്ട് ഗുണിക്കണം. അപ്പം u റൈസ് ടു 1/3 ഇൻറ്റു u പറഞ്ഞാട്ടെ. പറഞ്ഞോ. u റൈസ് ടു a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഈക്വൽ m+n. അപ്പം എന്തോ വരും? 1/3 പ്ലസ് 1 പ്ലസ് u റൈസ് ടു 1/3 ഇൻറ്റു 1 1/3 du. This is equal to 1/3 into integral u raised to 1/3 plus 1. അത് മിണ്ടുന്നില്ല. u raised to 4/3 u raised to 4/3 plus u raised to 1/3 du. This is equal to 1/3 into integral നമ്മൾ ടേം ബൈ ടേം ആയിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഞങ്ങൾ ടേം ബൈ ടേം ആയിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പറഞ്ഞാട്ടെ. ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/3 ഇൻറ്റു 1/3 ഇൻറ്റു u റൈസ് ടു 4/3 ഇൻ്റഗ്രൽ എന്ത് വരും? അറിയാമോ? നമ്മൾ സ്റ്റെപ്പ് അങ്ങ് എഴുതിക്കോ. u റൈസ് ടു 4/3 പ്ലസ് 1 ബൈ 4/3 പ്ലസ് 1 പ്ലസ് u raised to 1/3 u റൈസ് ടു 1/3 പ്ലസ് 1 ബൈ 1/3 പ്ലസ് 1 പ്ലസ് c. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു, ഇത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്നോട് ഉത്തരം പറഞ്ഞേ. u റൈസ് ടു 4/3 പ്ലസ് 1 u റൈസ് ടു 7/3 ബൈ 7/3 പ്ലസ് u റൈസ് ടു 4/3 u റൈസ് ടു 4/3 ബൈ 4/3 പ്ലസ് c. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു
ഈ ഡിവൈഡഡ് ബൈ 7/3 ആരായിട്ട് മാറും? 3/7 multiply. മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3/7 ഇൻറ്റു U raised to 7/3. നമുക്ക് യുവിൻ്റെ വില അങ്ങ് തിരിച്ചു കൊടുക്കാം. എന്തോ യുവിൻ്റെ വില? X cube minus 1. എക്സ് ക്യൂബ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു 7/3 പ്ലസ് അടുത്തതിനകത്തിലോ 3/4 into x cube minus 1 the whole raised to 4/3 plus c. വേണമെങ്കിൽ നമുക്ക് 1/3 ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 3/7 എന്തായിട്ട് മാറും? ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 1/7 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു 7/3 ഇനി അടുത്തത് 1/3 ഇൻറ്റു 3/4 1/4 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു 4/3 പ്ലസ് സി. ഇപ്പോൾ ഡൗട്ട് മാറിയോ എല്ലാവരുടെയും? ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 13 പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13, ചോദ്യം. ഇപ്പം മാധവാണ് വായിച്ചത്. ശലഭയുണ്ടോ ക്ലാസ്സിൽ? ശലഭയുടെ പനി എങ്ങനെയുണ്ട്? ഇന്ന് ശലഭയും അച്ഛനും കൂടെ നമ്മുടെ മൂന്നാംകുറ്റിന് തെക്കോട്ടുള്ള റോഡെ വടക്കോട്ട് പോകുന്നത് കണ്ടായിരുന്നു. ആശുപത്രി പോയതാ. എവിടാ? കൊട്ടോളി. ഓക്കെ ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ശലഭയെ ക്വസ്റ്റ്യൻ നമ്പർ 13 ഡൗട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 13 ഓക്കെ. അപ്പോൾ ശലഭയെ 13ാമത്തെ ചോദ്യം വായിച്ചു. x square by 2 plus 3x cube the whole cube. x square by 2 plus 3x cube the whole cube. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ശലഭേ ഈ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആർക്കാ കൊടുക്കുന്നേ? 2 plus 3x cube. അത് തന്നെ. അപ്പോൾ എൻ്റെ കൂടെ എഴുതി വരിക. പുട്ട് 2 plus 3x cube is equal to u. ഒരു സെക്കൻഡ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ശലഭ അടുത്ത പരിപാടി? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞാട്ടെ. 2ന്റെ ഡെറിവേറ്റീവ് 0, 3 അതേപോലെ എഴുതി. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ is equal to du by dx. അപ്പോൾ x square equal 9x square equal du by dx. x square dx is equal to du by 9. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 plus 3x cube the whole cube dx is equal to ഇന്റഗ്രൽ 1 by എക്സ് സ്ക്വയർ ഡിഎക്സിന് പകരം du by 9 അല്ലയോ? ഡിവൈഡഡ് ബൈ u cube അപ്പുറത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് 1/9 ഇങ്ങ് മാറ്റി നിർത്താം അല്ലയോ? 1/9 ഇൻറ്റു ഇന്റഗ്രൽ u raised to minus 3 u raised to minus 3 du. അപ്പോ 1/9 1/9 u raised to minus 2 by minus 2 plus c. ഈ 9ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 18 കിട്ടും അല്ലയോ? പക്ഷെ അത് മൈനസ് ആയിരിക്കും. അപ്പോൾ മൈനസ് 1/18 u raised to 1/u സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് മൈനസ്
1/18 ഇൻറ്റു 1/, 2 plus 3x cube Ah. the whole square Ah. plus c. പ്ലസ് സി. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് മാറിയോ? ഇപ്പോൾ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? ഇപ്പോൾ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? sir. ആ, ആ 13ാമത്തെ കണക്കിൽ ഡൗട്ട് മാറിയല്ലോ എല്ലാവർക്കും? sir. അല്ല 14ാമത്തെ, അല്ല ഇനി 14 അല്ലേ ചെയ്യണ്ടേ? അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 14 ഡൗട്ട് ഉണ്ട്. ആരായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞു? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ മീനാക്ഷി ഉണ്ടോ ക്ലാസ്സിൽ? മീനാക്ഷി ഐശ്വര്യ അനിൽകുമാർ ഒന്ന് വായിച്ചേ 14ാമത്തെ ചോദ്യം. 1/x into log x raised to m1. 1/x into log x the whole raised to, അതിന് മാത്രം raised to m അല്ലേ, x greater than 0. ഇതല്ലേ ചോദ്യം? ഓക്കെ, അപ്പോൾ ഐശ്വര്യ ഇത് നമ്മൾ പഠിച്ച ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലാണോ ക്വസ്റ്റ്യൻ കിടക്കുന്നത്? അല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കണമെങ്കിൽ ആർക്കായിരിക്കും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ? log xന്. അപ്പോൾ പുട്ട് log x, എൻ്റെ കൂടെ എഴുതാത്തൊരു എൻ്റെ കൂടെ എഴുതിക്കോണം. പുട്ട് log x ഈക്വൽ ടു യു. ഐശ്വര്യ പറയണ്ടേ, ഞാൻ എഴുതത്തുള്ളൂ, ഐശ്വര്യ പറയണം. log x is equal to u. Differentiate with respect to x. അപ്പോൾ എന്തോ കിട്ടും? 1/x is equal to du by dx. ബാക്കി ഇന്റഗ്രൽ അല്ല. അപ്പോൾ 1/x dx ഈക്വൽ ടു u. du. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/x log x the whole raised to m dx ഈക്വൽ ഇൻ്റഗ്രൽ 1/, ഈ log xനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? u. അപ്പോൾ എന്ത് എഴുതും? u raised to m. പിന്നെ ആരുണ്ട് ക്വസ്റ്റ്യനകത്ത് ബാക്കി? x dx. അല്ല, 1/x dx അല്ലേ? എന്താണ് അതിൻ്റെ വില? du. അപ്പോൾ ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഐശ്വര്യേ? u raised to minus u raised to minus m du. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു u raised to minus m ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? minus m plus 1 by u raised to minus m plus 1 by minus m plus 1 plus c ആണോ? എന്താണ് യുവിൻ്റെ വില? log x. അപ്പം log x the whole raised to minus m plus 1 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 1 minus m by 1 minus m plus plus c. 14ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? ഇനി ആരെങ്കിലും 14 എഴുതിയെടുക്കാനുണ്ടോ? ക്വസ്റ്റ്യൻ 14 ഇല്ല. അപ്പോൾ ഇനി നമുക്ക് 15ലേക്ക് പോകാം. 15ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 15 ഉണ്ട്. അപ്പോൾ വിനായകെ 15ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. x by 9 minus 4x whole square. x by 9 minus 4x square. വിനായകൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? 9 minus 4x square. അപ്പോൾ എഴുതിയാട്ടെ, പുട്ട് 9 minus 4x square is equal to, വിനായക സ്റ്റെപ്പ് പറയണ്ടേ? u. അടുത്ത സ്റ്റെപ്പ് Differentiate with respect to x. So 9 derivative 0 minus
4 constant ഉം. x square derivative 2x ആ. u in derivative du by dx. ഉം. അപ്പൊ മൈനസ് 8x ഈക്വൽ ഡി യു ബൈ ഡി എക്സ് വരും. ഉം. അപ്പൊ മൈനസ് 8x ഡി എക്സ് ഈക്വൽ ഡി യു ഉം. എക്സ് ഈക്വൽ മൈനസ് ഡി യു ബൈ അല്ല 8. ഇപ്പൊ എക്സ് ഡി എക്സിന്റെ വില എക്സ് ഡി എക്സ് ഈക്വൽ ഡി യു ബൈ 8. ഡി മൈനസ് ഡി യു അല്ല മൈനസ് 8. ആ അപ്പൊ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ 8. ഓക്കെ. നമ്മൾ ഇന്റഗ്രൽ ഇട്ട് ചോദ്യം എഴുതുന്നു. ഇന്റഗ്രൽ എക്സ് ബൈ ഉം. 9 മൈനസ് 4x സ്ക്വയർ 4x സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു ബൈ 8. മൈനസ് ഡി യു ബൈ 8 ഡിവൈഡഡ് ബൈ യു ആരെ മാറ്റി നിർത്താം? മൈനസ് 1 ബൈ 8. അപ്പം മൈനസ് 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു ബൈ യു. അപ്പോൾ മൈനസ് 1/8 ഇൻറ്റു വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി യു ബൈ യു? ലോഗ് യു പ്ലസ് സി ലോഗ് മോഡുലസ് യു പ്ലസ് സി. പ്ലസ് സി. അപ്പോൾ മൈനസ് 1/8 ഇൻറ്റു ലോഗ് മോഡുലസ് 9 മൈനസ് 4x സ്ക്വയർ 9 മൈനസ് 4x സ്ക്വയർ 9 മൈനസ് 4x സ്ക്വയർ പ്ലസ് സി പ്ലസ്. ഓക്കെ. അപ്പോൾ 15ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? 15ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. 16ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 16ൽ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ പ്രോബ്ലം ജെനി ഒന്ന് വായിച്ചേ. Put 2x അല്ല plus 3 ആദ്യം ചോദ്യം വായിക്കുക. e raised to 2x plus 3. ഉം. അപ്പോ put 2x plus 3 equal u. ഉം. Differentiate with respect to x equal u. ഉം. Then 2 into 1 plus 0 ഉം. equal du by dx. ഉം. Then 2 dx equal du. ഉം. dx equal du by 2. ഉം. Integral e raised to 2x plus 3 dx equal ഉം. integral e raised to u into du by 2 ഉം. equal 1/2 integral e raised to u du ഉം. equal 1/2 e raised to u plus c ഉം. equal 1/2 e raised to 2x plus 3 plus c. 1/2 ഇൻറ്റു ഇ റൈസ് ടു 2x പ്ലസ് 3 പ്ലസ് സി. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. 17ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 17 ഹലോ, ക്വസ്റ്റ്യൻ നമ്പർ 17 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 17 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെന്നാണോ ഡൗട്ട് ഉണ്ടെന്നാണോ? ഇല്ല. അപ്പോൾ ആതിര എസ് എൻ ക്വസ്റ്റ്യൻ നമ്പർ 17 ഒന്ന് വായിച്ചാട്ടെ. x by e raised to x square. Put x square equal u. Differentiate with respect to x. 2x equal du by dx. X dx equal du by 2. Integral x by e raised to x square dx equal 1/2 integral 1 by e raised to u into du. 1/2 integral e raised to minus u into du. 1/2 e raised to minus u plus c equal minus 1/2 1 by e raised to u plus c equal minus 1/2 e raised to x square plus c. മൈനസ് 1/2 ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് 17. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. 18ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 18 ഇല്ല. അപ്പൊ 18ാമത്തെ പ്രോബ്ലം നമ്മുടെ ഹരിനന്ദ ഉണ്ടോ ക്ലാസ്സിലെ?
18 ഹരിനന്ദ ക്ലാസ്സിലുണ്ടോ? ഹരിനന്ദ, ഗൗതം, ഗൗതം ഇല്ല. ആരാ? ഗൗതമേ 18ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ ഗൗതമേ. ഗൗതം സാർ ഒന്നും മിണ്ടുന്നില്ല. 18ാമത്തെ പ്രോബ്ലം വായിക്കാനാണ് പറഞ്ഞത്. e raised to tan inverse x by 1 plus x square. ഓക്കെ, വായിച്ചാട്ടെ. Tan inverse x is equal to u. 1 by 1 plus x square is equal to du by dx. dx by 1 by 1 plus x square into dx is equal to du. Integral e raised to tan inverse x by 1 plus x square dx is equal to integral e raised to u by e raised to u du അത്രയല്ലേ ഉള്ളൂ? e raised to u du. അപ്പോൾ ആൻസർ e raised to 1 by e raised to u plus c, അത്രയുള്ള ആൻസർ. ഇനി യുവിന് യഥാർത്ഥ വില തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആൻസർ e raised to tan inverse x plus c. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. 19ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ആരും മൈക്കൊക്കെ ഓൺ ചെയ്ത് മൂളിപ്പാട്ടൊക്കെ പാടുന്നു. മൈക്ക് ഓഫ് ചെയ്തിട്ട് മൂളിപ്പാട്ട് പാടുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19 നമ്മുടെ അശ്വിൻ സുരേഷ് ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. അപ്പോൾ അശ്വിനെ 19ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. e raised to 2x minus 1 by e raised to 2x plus 1. e raised to 2x minus 1 divided by e raised to 2x plus 1. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എല്ലാവരും ഈ ചോദ്യം ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ എടുത്തെഴുതുക. ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ അങ്ങോട്ട് ഇൻ്റഗ്രലിലൊന്നും എഴുതരുത്, ക്വസ്റ്റ്യൻ മാത്രം അങ്ങോട്ട് എഴുതി വെക്കുക. എഴുതിയോ? മിണ്ടുന്നില്ല. നമ്മൾ ഈ e raised to 2x ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. e raised to x into e raised to x എന്ന് എഴുതിയാൽ ശരിയാണോ? പിള്ളേർ e raised to x into e raised to x ആണോ e raised to 2x എന്നാണ് എൻ്റെ ചോദ്യം. -1 by e raised to x e raised to x into e raised to x plus 1. അപ്പോൾ ഇനി ഞാൻ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾ പല ആളുകളും നെറ്റ് ചൊളിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു e raised to x കോമൺ എടുക്കുന്നു. e raised to x വേണ്ടുന്നില്ല. അങ്ങനെ കോമൺ എടുക്കണമെങ്കിൽ ആ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2 ടേമിൽ e raised to x വേണ്ടേ? എങ്കിലല്ലേ കോമൺ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യും? അതായത് അപ്പം ആദ്യത്തെ ടേമിൽ ഇനി ആരുണ്ട് മിച്ചം? ശരിയാ പിള്ളേരെ, ആരുണ്ട് ഇനി മിച്ചം? e raised to x അല്ല, ഇനി അത് അടുത്ത ടേമല്ലേ 1 എന്ന് പറയുന്നത്.
അപ്പോൾ 1 by e raised അതിനകത്ത് 1 by e raised to e raised to x. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ e raised to x ഒന്ന് അകത്തോട്ട് ഗുണിച്ച് നോക്കിക്കേ. e raised to x ഇൻറ്റു e raised to x ഫസ്റ്റ് ടേം കിട്ടി. ഈ മൈനസ് e raised to x ഇൻറ്റു 1 by e raised to x. e raised to x e raised to x വെട്ടിപ്പോട്ട് എന്തോ തിരിച്ച് കിട്ടും? എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ ഇതേ പരിപാടി നിങ്ങൾ ഡിനോമിനേറ്ററിലൊന്ന് പറഞ്ഞാട്ടെ. ഇപ്പം ചെയ്ത പരിപാടി ഡിനോമിനേറ്ററിലൊന്ന് പറഞ്ഞേ. ഇതേ സ്റ്റെപ്പ് തന്നെ. പറ പിള്ളേരെ. അങ്ങനെ എഴുതിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അങ്ങനെ എഴുതിയത് കൊണ്ട് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഒരു ചെറിയ മാറ്റം കൂടെ വരുത്താം നമുക്ക്. e raised to x മൈനസ് 1 by e raised to x എങ്ങനെ എഴുതാം? e raised to e raised to minus x by e raised to x പ്ലസ് അത്ര ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തെഴുതുന്നു. ഇൻ്റഗ്രൽ e raised to 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ e raised to 2x പ്ലസ് 1 dx. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന് പകരം ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ e raised to x minus അല്ല e raised to x മൈനസ് e raised to minus x by e raised to x plus e raised to minus x dx. മൈനസ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലായോ? ഇല്ല. ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. എന്താണ് അതിനുള്ള മാർഗം? സബ്സ്റ്റിറ്റ്യൂഷൻ. ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? e raised to x plus e raised to minus x. e raised to ഡിനോമിനേറ്ററിൽ കിടക്കുന്ന e raised to x പ്ലസ് e raised to minus x എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പുട്ട് e raised to x പ്ലസ് e raised to minus x is equal to u. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പറഞ്ഞാട്ടെ. e raised to x ഡെറിവേറ്റീവ് e raised to x e raised to x പ്ലസ് e raised to minus x ഡെറിവേറ്റീവ് minus e raised to minus e raised to minus x ബൈ x ആണെന്ന് കരുതി ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്നിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് ആരാണോ വരുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് അത് ഇൻറ്റു ചെയ്യണം. -1 ഈക്വൽ യുവിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു e raised to x. രണ്ട് ഈ പ്ലസ് ഈ മൈനസ് കൂടെ ചേരുമ്പോൾ മൈനസ് e raised to minus x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ dx is equal to du. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ന്യൂമറേറ്ററിന് പകരം du ബൈ ഡിനോമിനേറ്ററിന് പകരം u. ഇൻ്റഗ്രൽ du ബൈ u ആരാ? ലോഗ് മോഡുലസ് u പ്ലസ് സി. അപ്പോൾ ലോഗ് മോഡുലസ് വാട്ട് ഈസ് യു? e raised to x plus e raised to minus x. e raised to x പ്ലസ് e raised to minus x പ്ലസ് സി. ഇപ്പോൾ ഡൗട്ട് മാറിയോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19 ഡൗട്ട് മാറി. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. 20 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 20 ഉണ്ട്. ശ്രീ ഗോകുൽ രാജ് ക്ലാസ്സിലുണ്ടോ? മയൂരി അല്ല ഗോകുലാണോ? അപ്പൊ ഗോകുലെ 20
e raised to 2x minus e raised to minus 2x by e raised to 2x plus e raised to 2x e raised to minus 2x. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. ഇങ്ങനെ വല്ല റിസൾട്ട് ഇല്ല സാർ. ഇല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഗൂഗിളിന്റെ അഭിപ്രായത്തിൽ e raised to 2x minus e raised to minus 2x. അല്ല, ആ ഡിനോമിനേറ്റർ കിടക്കുന്ന ഒന്ന് കൊടുക്കാം. ഞാൻ പറയുമ്പോ മയൂരി ഉണ്ടോ ക്ലാസ്സില്? അർജുനസ് കുമാർ, അർജുൻ എസ് ഉണ്ട്. അർജുന നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? പറഞ്ഞാട്ടെ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞാട്ടെ. ഇ റൈസ് ടു 2x ഡെറിവേറ്റീവ് അതായത് ഇ റൈസ് ടു 2x ഇൻറ്റു 2 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ഡെറിവേറ്റീവ് ഇൻറ്റു മൈനസ് 2 ഈക്വൽ യുവിൻ്റെ ഡെറിവേറ്റീവ് du by dx. അപ്പം ഇത് വൃത്തിയായിട്ട് എഴുതിയാൽ 2e റൈസ് ടു 2x ഈ പ്ലസ് മൈനസ് ചേരുമ്പോൾ മൈനസ് 2e റൈസ് ടു മൈനസ് 2x ഈക്വൽ dx. LHSൽ നിന്ന് ആരെയെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ അർജുനെ? അപ്പൊ 2 ഇൻറ്റു പറഞ്ഞോ 2 ഇൻറ്റു e raised to 2x minus e raised to minus 2x ഈക്വൽ വേണമെങ്കിൽ ഡി എക്സ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എക്സ് ഈക്വൽ ടു ഡി. അപ്പോൾ ഇ റൈസ് ടു 2x മൈനസ് ഇ റൈസ് ടു മൈനസ് 2x ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? du by 2. ഇനി ഇൻ്റഗ്രൽ ഇട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇ റൈസ് ടു 2x മൈനസ് ഇ റൈസ് ടു മൈനസ് 2x ബൈ ഇ റൈസ് ടു 2x പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പറഞ്ഞോ അർജുനെ. 1 by u. അല്ല, ഈ ന്യൂമറേറ്ററിന് പകരം എന്ത് കൊടുക്കും? ഇ റൈസ് ടു 2x മൈനസ് ഇ റൈസ് ടു മൈനസ് 2x ഡി എക്സിന് പകരം എന്ത് കൊടുക്കും? du by 2. ബൈ ഡിനോമിനേറ്ററിന് പകരം u. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു ബൈ യു ആണോ? അപ്പൊ 1/2 ഇൻറ്റു വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി യു ബൈ യു? log modulus u പ്ലസ് സി. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് മോഡുലസ് യുവിൻ്റെ വില e raised to 2x plus e raised to minus 2x plus c. 2x പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x പ്ലസ് സി. 20ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് എല്ലാവർക്കും മാറിയോ? ഇനി ആരെങ്കിലും 20ാമത്തെ പ്രോബ്ലം ആരെങ്കിലും എഴുതാനുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 20 ആരെങ്കിലും എഴുതാനുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21 ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? 21
ഉണ്ട് ആ ചെയ്ത് തുടങ്ങി പക്ഷെ ഫൈനൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21 ജ്യോതിരാദിത്യൻ ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. അപ്പൊ ജ്യോതിരാദിത്യൻ 21ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. ജ്യോതിരാദിത്യൻ ചോദ്യം കണ്ടില്ല. ടാൻ സ്ക്വയർ ഓഫ് അപ്പോ ആദ്യത്തെ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അപ്പൊ അടുത്ത പരിപാടി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യം അതിനകത്ത് ടാൻ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്ന ആർക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ നിങ്ങളെ കുറച്ച് അഡീഷണൽ പ്രോബ്ലം പഠിപ്പിച്ചപ്പോൾ ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്നൊരു കണക്ക് ചെയ്യിപ്പിച്ചായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ ബേസിക് പ്രോബ്ലം പഠിപ്പിച്ചതാണ്. ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് വന്നപ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്ന് ബേസിക് പ്രോബ്ലം പഠിപ്പിച്ചുള്ളൂ. അതിൻ്റെ അഡീഷണൽ സൈഡിലോട്ട് മാറ്റി എഴുതിയിടുക. ടാൻ സ്ക്വയർ എക്സിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സീക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ എഴുതിയാട്ടെ, ഇന്റഗ്രൽ ടാൻ സ്ക്വയർ ഓഫ് 2x മൈനസ് 3 dx is equal to ഇന്റഗ്രൽ അതിന് പകരം ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ ഓഫ് എക്സിന് പകരം 2x മൈനസ് 3 മൈനസ് 1 ഇൻറ്റു dx. ഇനി ഇത് ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ജ്യോതിരാദിത്യ, ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് എന്താണ്? ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് കൊള്ളാം. ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് എന്തോ പിള്ളേരെ? ടാൻ എക്സ്. അപ്പൊ ഇവിടെ എന്തോ വരും? ടാൻ 3. തീർന്നില്ല. എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്നിരിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് ആരാ? 2x മൈനസ് 3 ഡെറിവേറ്റീവ് 2. ആ 2 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മൈനസ് 1ന്റെ ഇന്റഗ്രല് എക്സ് പ്ലസ് ഇതല്ലേ ഗായത്രി ഫൈനൽ ആൻസർ? ഓക്കെ. അപ്പൊ 21 ഡൗട്ട് മാറിയോ എല്ലാവർക്കും? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. 22ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 22ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 22ൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 22ാമത്തെ ചോദ്യം ശ്രീകുട്ടി ഒന്ന് വായിച്ചേ. ശ്രീകുട്ടി ഇല്ല. ശ്രീഹരി വായിച്ചാട്ടെ. 22 6 സ്ക്വയർ ഇൻറ്റു 7 മൈനസ് 4x. ഇൻറ്റു അല്ല, സീക്സ് സ്ക്വയർ ഓഫ് 7 മൈനസ് എങ്ങനെയാണോ ശ്രീഹരി ചെയ്തത് അതുപോലെ വായിച്ചാട്ടെ. പുട്ട് 7 മൈനസ് 4x ഈക്വൽ ടു u. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ dx ഈക്വൽ ടു മൈനസ് du ബൈ u കിട്ടും. 4 കിട്ടും. പിന്നെ ഇന്റഗ്രൽ 6 സ്ക്വയർ ഓഫ് 7 മൈനസ് 4x ഇൻറ്റു dx is equal to integral 6 square u into minus du by 4 is equal to minus 1 by 4 integral 6 square u into du
is equal to 1 minus 1 by 4 tan u plus c is equal to minus 1 by 4 tan of 7 minus 4x plus c. മൈനസ് 1/4 ഇൻറ്റു ടാൻ ഓഫ് 7 മൈനസ് 4x പ്ലസ് സി. 22. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. അമൂല്യ ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ട് സർ. അതിന് മുമ്പ് 23ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 23ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അമൂല്യ വായിച്ചാട്ട് 23. Sin inverse x by root 1 minus x square. Put sin inverse x is equal to u. Differentiate with respect to x. 1 by root 1 minus x square is equal to du by dx. 1 by root 1 minus x square is equal 1 by root 1 minus x square dx is equal to du. Integral sin inverse x by root 1 minus x square is equal to integral u by du. Integral u du is equal to u square by 2 plus c equal tan inverse x whole square by 2 plus c. Tan inverse x എവിടെ നിന്നു? Tan x the whole square. ക്വസ്റ്റ്യൻ അത് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലയോ ക്വസ്റ്റ്യൻ? ആ സൈൻ ഇൻവേഴ്സ് എക്സിനല്ലേ യു എന്ന്? സൈൻ ഇൻവേഴ്സ് എക്സ് the whole square by 2 plus c. പ്ലസ് സി. ഓക്കെ, അപ്പോൾ 23 ക്ലിയർ ആയി. അടുത്തത് 24. 24ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 24ല് 24ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. ആർക്കായിരുന്നു? ഒന്നുമില്ല. ഇതു അതിന്റെ ഡിനോമിനേറ്ററിനെ എന്തെന്ന് വിളിച്ചാൽ മതി? കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? ന്യൂമറേറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്ഷയ ക്ലാസ്സിലുണ്ടോ? അക്ഷയ ഇല്ല. ഉണ്ട്. അക്ഷയ 24ന്റെ ആൻസർ ഒന്ന് വായിച്ചാട്ടെ. 2 cos x minus 3 sin x by 6 cos x plus 4 sin x. Integral 2 cos x minus 3 sin x by 6 cos x plus 4 sin x dx. Put t is equal to 3 cos x plus 2 sin x. dt by dx is equal to minus 3 sin x plus 2 cos x. dt equal minus 3 sin x plus 2 cos x into dx. 1 by 2 integral 2 cos x minus 3 sin x by 3 cos x plus 2 sin x into dx. 1 by 2 integral dt by t equal 1 by 2 log mod t plus c. 1 by 2 log mod 3 cos x plus 2 sin x plus c. 1 by 2 log mod 3 cos x plus 2 sin x plus c. ക്വസ്റ്റ്യൻ നമ്പർ 24. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25ൽ ഡൗട്ട് ഉണ്ടോ? 25ൽ ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. 25 അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 25 നമ്മുടെ ഫൗസിയ ഉണ്ടോ ക്ലാസ്സിൽ? 25ന്റെ ചോദ്യം വായിച്ചേ ഫൗസിയ. Integral 1 by cos square x into 1 minus tan square x dx. Integral 1 by cos square x into 1 minus tan x dx. whole square dx. ഫൗസിയ, നമ്മൾ ചോദിക്കാറുള്ള സാധാരണ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അപ്പം സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ? 1 minus tan x. അപ്പോൾ 1ന്റെ ഡെറിവേറ്റീവ് 0 വരും. മൈനസ് അവിടെ നിൽക്കട്ടെ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 6 square x. പക്ഷെ അങ്ങനെ ഒരാൾ ക്വസ്റ്റ്യനകത്ത് കിടപ്പുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അയാളെ കൊണ്ടുവരാം. എങ്ങനെ? ഇൻ്റഗ്രൽ 1 by cos square x ആരാ?
യു 1 / cos square x. sec square x. Sec square x by 1 minus tan x the whole square into dx എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. ഇല്ല. ഇനി നമുക്ക് ഫൗസിയ പറഞ്ഞതുപോലെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? യു മിണ്ടുന്നില്ല. പുട്ട് 1 minus tan x is equal to u. ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞേ. 1ന്റെ ഡെറിവേറ്റീവ് 0. മൈനസ് അവിടെ നിൽക്കട്ടെ. tan xന്റെ ഡെറിവേറ്റീവ് sec square x equal uവിന്റെ ഡെറിവേറ്റീവ് u/dx. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് sec square x dx is equal to du. അപ്പോൾ തിരിച്ച് sec square x dx is equal to എന്താ കിട്ടും? du minus du. അപ്പോൾ this is equal to integral sec square x dx-ന് പകരം 1/u square. അല്ലല്ല, sec square x dx-ന് പകരം മൈനസ് du. minus du. ഡിവൈഡഡ് ബൈ 1 minus tan x-നെ u എന്ന് വിളിച്ചു. അപ്പോൾ 1 minus tan x the whole square u square. അപ്പോൾ മൈനസ് അങ്ങോട്ട് മാറ്റി നിർത്തി. മൈനസ് ഇൻ്റഗ്രൽ ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? u raised to minus 2 du. അപ്പോൾ മൈനസ് u raised to minus 2 du ആരാ? u raised to minus 1 by minus 1 plus c. മൈനസ് u raised to minus 1 by minus 1 plus c. ഈ രണ്ട് മൈനസ് കൂടെ ചേരുമ്പോൾ പ്ലസ് ആകും. u raised to minus 1 നമുക്ക് എങ്ങനെ എഴുതാം? 1/u plus c. അപ്പോൾ 1 by എന്താണ് യുവിന്റെ വില? 1 minus tan x. 1 by എന്തായിരുന്നു? 1 minus tan x. 1 minus tan x plus c. ഓക്കെ. ഇപ്പോൾ ഡൗട്ട് മാറിയോ? 25-ലെ ഡൗട്ട് മാറിയോ? ആരും മിണ്ടുന്നില്ല. 25-ലെ ഡൗട്ട് മാറിയോ? ഹലോ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26. 26-ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 26-ൽ ഇല്ല സാർ. ഇല്ല. നമ്മൾ അതേപോലത്തെ ഒരു സൈനിന്റെ ക്വസ്റ്റ്യൻ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഇല്ലയോ? കോസിന് പകരം സൈൻ വരുന്നൊരു ചോദ്യം ക്ലാസ് പഠിച്ചിട്ടില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ദേവദത്തുണ്ടോ ക്ലാസ്സിൽ? ദേവദത്ത് ആരണ്യ രാജേഷ്. ദേവദത്തുണ്ടോ? ദേവദത്തെ 26-ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. എങ്ങനെയാണ് ദേവദത്ത് ചെയ്തതെന്ന് വായിച്ചാട്ടെ. root x is equal to g. 1/2 root x is equal to g. 1/2 root x is equal to dt by dx. dx. 1/2 root x is equal to 2 dt by dx. 1/2 root x dx is equal to 2 dt. Okay. Integral cos root x by root x dx equal integral cos t into 2 dt. 2 integral cos t dt equal 2 sin t plus c is equal to 2 sin root x plus c. 2 sin root x plus c. 26-ാമത്തെ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. 27-ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 27-ൽ ക്വസ്റ്റ്യൻ നമ്പർ 27-ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ 27-ാമത്തെ ചോദ്യം ഹരികൃഷ്ണ ഉണ്ടോ ക്ലാസ്സിൽ? ചോദ്യം വായിച്ചാട്ടെ.
റൂട്ട് സൈൻ 2x കോസ് x കോസ് 2x. ഭയങ്കര ബഹളമാണ്. ആ കോസ് 2x. അപ്പോൾ പരീക്ഷണ ഈ ചോദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഓക്കെ. ചെയ്തില്ല. സൈൻ ഹരികൃഷ്ണന്റെ ഓക്കെ. അമൃത എസ് കുമാർ ഉണ്ടോ ക്ലാസ്സിൽ? അമൃത എസ് കുമാർ ഉണ്ടോ? ആ, അപ്പൊ അമൃതയുടെ ബാക്കി ഒന്ന് പറഞ്ഞാട്ടെ. അല്ല, ഇനി പറഞ്ഞാൽ മതി. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ 2x ഡെറിവേറ്റീവ് എന്ത് വരും? ഇത് സൈൻ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡെറിവേറ്റീവ് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് 2x. തീർന്നില്ല. അതുകൊള്ള എക്സ് ആണെന്ന് കരുതി ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്നിരിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2x ഡെറിവേറ്റീവ് യുവിന്റെ ഡെറിവേറ്റീവ് du/dx. അപ്പൊ ഒന്ന് വൃത്തിയായിട്ട് എഴുതിയാൽ 2 cos 2x dx du. അപ്പൊ അങ്ങനാണെങ്കിൽ cos 2x dx du/2. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ റൂട്ട് സൈൻ 2x cos 2x dx = ഇന്റഗ്രൽ റൂട്ട് സൈൻ 2x പകരം u, cos 2x dx പകരം du/2. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വാട്ട് ഈസ് അല്ല, ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇതിനെ ആദ്യം u⁻² എന്ന് എഴുതും അല്ലേ? അപ്പോ u⁻² du/2. അപ്പൊ 1/2 ഇങ്ങ് മാറ്റി നിർത്തി. 1/2 ഇൻറ്റു ഈ u⁻² ഇന്റഗ്രൽ എന്തോ വരും? u⁻² 1/2 പ്ലസ് 1 3/2 u⁻³ 3/2 പ്ലസ് c. അപ്പോൾ 1/2 ഇൻറ്റു ഈ ഡിവൈഡഡ് ബൈ 3/2 ആരായിട്ട് മാറും? 2/3. 2/3. u എന്ന് പറയുന്ന ആരായിരുന്നു? sin 2x. sin 2x the whole raised to 3/2 പ്ലസ് c. 2 ൻ്റെ കൂടെ കട്ടായി പോയി. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 1/3 sin 2x raised to 3/2 പ്ലസ് c. 27 ഡൗട്ട് മാറിയോ എല്ലാവർക്കും? 27 ഡൗട്ട് മാറിയോ? ഉണ്ടെന്നില്ല. 27 ഡൗട്ട് മാറിയോ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. 28 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 28 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 28ാമത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ ആരണ്യ രാജേഷ് ഒന്ന് വായിച്ചേ. cos x by root 1 plus sin x. Okay. Root 1 plus sin x equal u.
cos x equal du by dx, ആ cos x dx equal du. ആ Integrate cos x by root 1 plus sin x dx equal root integrate du by root u. ഉം, Integrate ഉം, u minus 1 u raised to minus 1 by 2 du ഉം, equal ഉം, u raised to 1 by 2 by 1 by 2 plus c ഉം, equal to root u plus c ഉം. equal to root 1 plus sin x plus c. 2√1 + sin x + c. ഓക്കെ. 29ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 29 സർ ഡൗട്ട് ഉണ്ട്. ഉണ്ട്. 29 മറ്റാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 29 ഇല്ല. മറ്റാർക്കെങ്കിലും 29 ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ 29ാമത്തെ ചോദ്യം നമ്മുടെ ഐശ്വര്യ എസ് താരെ ഒന്ന് വായിച്ചേ. Cot x log sin x. കോട്ട് എക്സ് ലോഗ് സൈൻ എക്സ്. അപ്പോൾ ഐശ്വര്യ, എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇത് നമ്മൾ പഠിച്ച എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലാത്തപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കണം. ആക്കാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്. ഡിഫറൻഷിയേറ്റ് അല്ല, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആ, ഇതിൽ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ലോഗ് സൈൻ എക്സ്. ആ, അപ്പോൾ എഴുതുക, പുട്ട് ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു യു. പുട്ട് ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു യു. ആ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ, ലോഗ് സൈൻ എക്സ് ഡെറിവേറ്റീവ് 1 by sin x into derivative of sin x. അതെന്താണ്? cos x. cos x ഈക്വൽ du by dx. ഓക്കെ. ഈ കോസ് ബൈ സൈൻ ആരാ? tan. cot കോട്ട് എക്സ്. കോട്ട് എക്സ് dx. cot x is equal to du by കോട്ട് dx. എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു. ഓക്കെ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ cot x log sin x ലോഗ് സൈൻ എക്സ് equal integral ടു ഇന്റഗ്രൽ u. ആദ്യം ലോഗ് സൈൻ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? u. യു. കോട്ട് എക്സ് ഡി എക്സിന് പകരം du. വാട്ട് ഈസ് ഇന്റഗ്രൽ യു ഡി യു? u. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്തുവാ? 1. അത് കൊള്ളാം. അല്ല, ഇന്റഗ്രൽ x dx. യു യു എന്ന് വെച്ചാൽ യു റൈസ് ടു 1 എന്ന അർത്ഥം. u raised to 1 by u raised to 1 അപ്പം n minus 1 by യു സ്ക്വയർ ബൈ 2. സ്ക്വയർ ബൈ 2 പ്ലസ് സി. ആരാ യു എന്ന് പറയുന്നത്? log sin x. അപ്പൊ ലോഗ് സൈൻ എക്സ് the whole square ദ ഹോൾ സ്ക്വയർ by 2 ബൈ 2 plus c. പ്ലസ് സി. 29 ഡൗട്ട് മാറി എല്ലാവർക്കും? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 30 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 30 ക്വസ്റ്റ്യൻ നമ്പർ 30 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മുഹമ്മദ് സൽമാൻ ക്ലാസ്സിലുണ്ടോ? മുഹമ്മദ് സൽമാൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാട്ടെ. ഓക്കെ. എങ്ങനെയാണോ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ഒന്ന് വായിച്ചേ. sin x dx is equal to minus du. So integral sin x by 1 plus cos x dx is equal to integral 1 by u into minus du. Is equal to 1 minus integral 1 by u into du from log into u plus c from minus log into 1 plus cos x plus c. ലോഗ് ഇൻറ്റു അല്ല, മൈനസ് ലോഗ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അടയാളം ഇട്ട് വെക്കുക.